നമസ്കാരം. തൃശൂർ അമലയിലെയും ജൂബിലിയിലെയും നേഴ്സുമാർ 110 ദിവസമായി സമരം ചെയ്യുന്നു. ആ സമരം അവസാനിപ്പിക്കാൻ ആശുപത്രി മാനേജ്മെന്റുകൾക്ക് താല്പര്യമുണ്ടെങ്കിലും തൃശൂർ രൂപത മെത്രാൻ മാർ ആൻഡ്രൂസ് താഴത്ത് അഹങ്കാരം മൂലം സമ്മതിക്കുന്നില്ല. വിശ്വാസികളെ ഇളക്കിവിട്ട് ജിഹാദികൾ സഭയുടെ സ്ഥാപനം തകർക്കാൻ ശ്രമിക്കുന്നു എന്ന വ്യാജ കഥയാണ് അവർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അതിനിടയിൽ നാടകീയമായി ഇന്നൊരു വാർത്ത പുറത്തേക്ക് വരുന്നു. തൃശൂർ അമലയിലെ സമരം ഒത്തുതീർപ്പായി. ആ സമരം പിൻവലിക്കാൻ ആശുപത്രി മാനേജ്മെൻറ്റുകളുമായി ധാരണയിലായി എന്ന വാർത്ത. സമരം ഒത്തുതീർപ്പായെന്നും ഇന്ന് തന്നെ ജോലിയിൽ പ്രവേശിക്കുന്നു എന്നും പറഞ്ഞ് UN ഒരു പോസ്റ്റർ ഇറക്കി. ജാസ്മിൻ ഷാ ആഹ്ലാദ വാർത്ത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. UN ആഹ്ലാദ പ്രകടനവും നടത്തി. ജാസ്മിൻ ഷാ ഇങ്ങനെയാണ് എഴുതിയത്: അമല സമരം വിജയിച്ചു. 4000-6000 രൂപ ഇടക്കാലാശ്വാസം. നീതി നടപ്പിലാക്കിയ അമല മാനേജറിന് 113 ദിവസം ധീരമായി പോരാടി UN ഒരാൾക്കും അഭിവാദ്യങ്ങൾ. അമല സമരം അവസാനിപ്പിച്ചിരിക്കുന്നു പോസ്റ്റ്. പക്ഷെ നൊടിയിടയിൽ സാഹചര്യങ്ങൾ മാറുന്നു. അമല ഒരു പത്രക്കുറിപ്പ് ഇറക്കുന്നു. അമല ഹോസ്പിറ്റൽ നഴ്സിംഗ് സമരം അവസാനിച്ചുവെന്നും ശമ്പളം വർധനവ് നടപ്പിലാക്കാൻ തീരുമാനിച്ചുവെന്നുമുള്ള സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ തികച്ചും വാസ്തവവിരുദ്ധമാണ്. സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ദിവസങ്ങളിൽ യാതൊരുവിധ ചർച്ചകളും തീരുമാനങ്ങളോ അമലയിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഇക്കാര്യത്തിൽ ജൂബിലിയും അമലയും ഒന്നിച്ചുള്ള ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും മാത്രമേ തയ്യാറുള്ളൂ എന്ന് ജില്ലാ ലേബർ ഓഫീസറെ അറിയിച്ചിട്ടുണ്ട്. ജാസ്മിൻ ഷാ ഇങ്ങനെ എഴുതി: നിരാശാജനകമായ പ്രസ്താവന. തൃശൂർ ജില്ലാ ലേബർ ഓഫീസർ രേഖാമൂലം മാനേജ്മെന്റിന്റെ അറിവോടെ നൽകിയ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് UN സംസ്ഥാന ജില്ലാ നേതാക്കളുമായി ചർച്ച നടത്തി സമരം പിൻവലിക്കാൻ തീരുമാനിച്ചത്. ആരോഗ്യമന്ത്രിയും തൊഴിൽ മന്ത്രിയും വിളിച്ച ഒരു യോഗത്തിൽ പോലും 1 രൂപ കൂട്ടി നൽകാൻ തയ്യാറാണെന്ന് ഇരു മാനേജ്മെന്റും അറിയിച്ചിട്ടില്ല. 4000 രൂപ ഇടക്കാലാശ്വാസം നൽകാൻ തയ്യാറാകണമെന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം പോലും ഒരു ചർച്ചയിലും ഇരു മാനേജ്മെന്റുകൾ അംഗീകരിച്ചില്ല. മാർച്ച് 9 മുതലാണ് അമലയിൽ സമരം ആരംഭിക്കുന്നത്. ഏപ്രിൽ മാസത്തിൽ നൽകി തുടങ്ങിയെന്ന് പറയുന്ന ശമ്പളം പോരാ എന്ന് മാർച്ചിൽ എങ്ങനെയാണ് ഒരു സംഘടന പറയുക? ജൂലൈ മാസത്തിലാണ് പുതിയ ജില്ലാ ലേബർ ഓഫീസർ തൃശ്ശൂരിൽ ചാർജ് എടുക്കുന്നത്. സമവായ ചർച്ചകളിൽ കൃത്യമായ റോളുകൾ വഹിച്ച് മാതൃകയായിട്ടുള്ള അദ്ദേഹം സ്വന്തം നിലയ്ക്ക് ഒരു കരാർ എഴുതി സംഘടനയ്ക്ക് നൽകുമെന്ന് വിശ്വസിക്കാൻ പ്രയാസം. അമല മാനേജ്മെന്റ് ബാഹ്യ സമ്മർദ്ദത്തിന് അടിമപ്പെട്ട് കരാറിൽ നിന്നും പിന്മാറിയാണ് എനിക്ക് പത്രസമ്മേളനം കൂടി കണ്ടപ്പോൾ തോന്നുന്നത്. ഈഗോയും അനാവശ്യ സമ്മർദ്ദങ്ങൾക്കും വശംവദരായി സിമ്പിളായി പരിഹരിക്കേണ്ട വിഷയം കോംപ്ലിക്കേറ്റഡ് ആക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. തുടർ സമര പരിപാടികളും നിലപാടും തൃശൂർ ജില്ലാ നേതൃത്വവും കേരള സംസ്ഥാന നേതൃത്വവും ചേർന്ന് തീരുമാനിച്ചറിയിക്കുന്നതായിരിക്കും. വാസ്തവത്തിൽ സമരം അവസാനിപ്പിക്കാൻ തൃശൂർ അമല മാനേജ്മെന്റ് തീരുമാനിച്ചു. തൃശൂർ ലേബർ ഓഫീസറും അമല മാനേജ്മെന്റും തമ്മിൽ നടത്തിയ ചർച്ചയിൽ അമല മാനേജ്മെന്റ് തൃശൂർ ലേബർ ഓഫീസർക്ക് രേഖാമൂലം എഴുതി കൊടുത്തു 4000-നും 6000-നും ഇടയിൽ ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കാമെന്ന്. ഇതേ തുടർന്ന് UN പ്രതിനിധികളെ വിളിച്ച് ലേബർ ഓഫീസർ ചർച്ച നടത്തി. അമല മുമ്പോട്ട് വെച്ച ഫോർമുല സ്വീകാര്യമാണെന്ന് UN നേതൃത്വവും എഴുതി കൊടുത്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ശമ്പള വർധനവിന് അമല സമ്മതിച്ചിട്ടുണ്ട്. 4000 മുതൽ 6000 വരെ ശമ്പളം വർദ്ധിപ്പിക്കും. അതുകൊണ്ട് സമരം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ന് ലേബർ ഓഫീസർ UN കത്തും കൊടുത്തു. ഈ കത്തിൽ വ്യക്തമായി തന്നെ ശമ്പളം വർദ്ധിപ്പിക്കാം എന്ന് മാനേജ്മെന്റ് സമ്മതിച്ചതും പ്രതികാര നടപടി ഉണ്ടാവില്ല എന്ന് സംബന്ധിച്ചതും എഴുതിയിട്ടുണ്ട്. ഇതേ തുടർന്നാണ് സമരം പിൻവലിക്കാൻ UN തീരുമാനിച്ചത്. ഈ കത്ത് പ്രേക്ഷകർ കണ്ടു. ഇതിലൊരു സംശയവുമില്ല. എന്നാൽ ഈ വിവരം പുറത്തു വന്ന ഉടനെ ഇപ്പോൾ കാനഡയിൽ സുവിശേഷം പ്രസംഗിക്കാൻ പിരിവിന് പോയിരിക്കുന്ന മാർ ആൻഡ്രൂസ് താഴത്തിന് കലി പിടിച്ചു. ആൻഡ്രൂസ് താഴത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇതുവരെ അമല മാനേജ്മെന്റ് ഈ സമരം പിൻവലിക്കാൻ തയ്യാറാവാതിരുന്നത്. UN പ്രവർത്തിക്കുന്ന ഏതാണ്ട് 490ഓളം ആശുപത്രികളിലായിരുന്നു നേഴ്സുമാർ സമരം പ്രഖ്യാപിച്ചത്. മഹാഭൂരിപക്ഷം ആശുപത്രികളും ഒരു ദിവസം പോലും സമരത്തിന് അനുവദിക്കാതെ UN ഭാരവാഹികളുമായി ചർച്ച നടത്തി 6000 മുതൽ 16000 രൂപ വരെ അധിക വർധനവിന് സമ്മതിച്ച് സമരം പിൻവലിച്ചു. 10000 രൂപ വർധനവ് വേണമെന്നാണ് UN ആവശ്യപ്പെട്ടത്. മഹാഭൂരിപക്ഷം ആശുപത്രികളും സമരത്തിലേക്ക് പോവാതെ ചർച്ചകൾ നടത്തി പരിഹരിച്ചു. കുറച്ച് ആശുപത്രികൾ മടി കാണിച്ചു. അവിടെയെല്ലാം സമരം ആരംഭിച്ചു. പടിപടിയായി എല്ലായിടത്തെയും സമരം തീർന്നു. ആസ്റ്ററിലായിരുന്നു ഏറ്റവും അധികം ബുദ്ധിമുട്ട് സമരം തീരാൻ. ഒടുവിൽ കൊച്ചി ആസ്റ്ററിന് മുമ്പിൽ വലിയൊരു സമരം സംഘടിപ്പിക്കുകയും അവിടെ പോയി ഞാനത് ഉദ്ഘാടനം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നീട് ആസ്റ്ററും ശമ്പളം വർദ്ധിപ്പിച്ച് സമരം പിൻവലിച്ചു. തൃശൂർ അമലയും സമരം പിൻവലിക്കാൻ ഒരുക്കമായിരുന്നു. CMI സഭാ മാനേജ്മെന്റിന് കീഴിലുള്ള ആലുവ, രാജഗിരി അടക്കമുള്ള ആശുപത്രികൾ നേരത്തെ തന്നെ സമരം പിൻവലിച്ചിരുന്നു. CMI സഭയുടെ നിലപാട് നേഴ്സുമാർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കണമെന്നതാണ്. എന്നാൽ ഒറ്റയ്ക്കാകും എന്ന് ഭയന്ന് ജൂബിലിയുടെ ചെയർമാൻ കൂടിയായ തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് തൃശൂർ അമലക്കാരോട് സമരം പിൻവലിക്കരുത് എന്നാവശ്യപ്പെട്ടു. ഒരു മെത്രാൻ ആവശ്യപ്പെട്ടപ്പോൾ ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവർ സമരം ചെയ്തു. ഇതേ തുടർന്നാണ് നേഴ്സുമാർ മെത്രാനെതിരെ ശബ്ദമുയർത്താൻ തുടങ്ങിയതും മറുനാടൻ മെത്രാനെതിരെ അതിശക്തമായ നിലപാടെടുത്തതും. ഇതിനിടയിൽ അമല ജൂബിലി സമരം തീർക്കാൻ ബിഷപ്പ് ആദ്യമായി ചർച്ച വിളിക്കുന്നു. എന്നാൽ ചർച്ചയിൽ സമരം തീർക്കാനായിരുന്നില്ല, ആക്ഷേപിക്കാനായിരുന്നു ബിഷപ്പിന്റെ താല്പര്യം. തുടർന്നായിരുന്നു
ബിഷപ്പ് ഹൗസിലേക്ക് മാർച്ച് നടന്നതും പിന്നീടുണ്ടായ സംഭവവികാസങ്ങളും. വിശ്വാസികളെ നഴ്സുമാർക്കെതിരെ ഇളക്കിവിടാനുള്ള നീക്കമായിരുന്നു പിന്നീട് നടന്നത്. ഇന്നലെ പള്ളികളിലെല്ലാം നഴ്സുമാർക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചെങ്കിലും വിരലിൽ എണ്ണാവുന്ന പള്ളികളിൽ മാത്രമാണ് കുർബാനയ്ക്ക് ശേഷം നാമമാത്രമായ രീതിയിൽ ഒരു പ്രതിഷേധവും ഫോട്ടോ എടുപ്പും നടന്നത്. മഹാഭൂരിപക്ഷം എടുത്തും നഴ്സുമാരുടെ കുടുംബാംഗങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് അത്തരമൊരു ശ്രമം പോലും നടന്നില്ല. വരുന്ന ഞായറാഴ്ച വിശ്വാസികളുടെ പ്രതിഷേധം എന്ന നിലയിൽ തൃശൂർ ടൗൺ ഹാളിൽ വലിയ പ്രതിരോധ മാർച്ചിന് തീരുമാനിച്ചപ്പോൾ വിശ്വാസികളായ നഴ്സുമാരും അവരുടെ കുടുംബാംഗങ്ങളും പ്രാർത്ഥനാ ജാഥ നടത്തി ടൗൺ ഹാളിലേക്ക് പോകാൻ തീരുമാനിച്ചതോടെ അതും ആശയക്കുഴപ്പത്തിലാവുന്നു. ഇതിനിടയിലാണ് നാടകീയമായി അമല മാനേജ്മെന്റ് ലേബർ ഓഫീസറെ വിളിച്ച് ചർച്ചയ്ക്കൊരുക്കമാണെന്ന് അറിയിച്ചത്. ആൻഡ്രൂസ് താഴത്ത് അമല മാനേജ്മെന്റിന് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നു. ആൻഡ്രൂസ് താഴത്തിന്റെ കീഴിലുള്ളത് ജൂബിലി ആശുപത്രി മാത്രമാണ്. അമല സമരം പിൻവലിച്ചാൽ ജൂബിലി ഒറ്റപ്പെട്ടു പോകും. ജൂബിലിയുടെ കള്ളക്കളികൾ എല്ലാം പൊളിയും. ഈ സാഹചര്യത്തിലാണ് മാർ ആൻഡ്രൂസ് താഴത്ത് കാനഡയിൽ നിന്നും ഇടപെടുന്നതും ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ അമല മാനേജ്മെന്റ് നുണ പറഞ്ഞുകൊണ്ട് പിന്മാറുന്നതും. വാസ്തവത്തിൽ ഈ സമരം കൊണ്ട് നഷ്ടം അമലയ്ക്കാണ്. തൃശൂർ രൂപതാ മെത്രാന്റെ ഇൻഡാസിന് മുമ്പിൽ ഞെട്ടിപ്പോയ അമല മാനേജ്മെന്റ് പത്രസമ്മേളനം നടത്തി പറഞ്ഞതിലെ വൈരുദ്ധ്യം പോലും പത്രക്കാർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ വിഷമിക്കുന്നത് പോലും വ്യക്തമാണ്. അമലയെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തേത് സമരം അവസാനിച്ചിട്ടില്ല, ഇന്നവിടെ ആരും കയറിയിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം. മാത്രമല്ല അവിടെ പറഞ്ഞത് വളരെ വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളുടെ അവിടെ ഈ ദിവസങ്ങളിൽ ഒരു ചർച്ച നടത്തുകയോ തീരുമാനങ്ങൾ എടുക്കുകയോ ഓഫറുകൾ തരാമെന്ന് പറയുകയോ ചെയ്തിട്ടില്ല. അത് ഏപ്രിൽ മാസത്തിൽ നടന്ന ഒരു സംഭവമാണ്. ഏപ്രിൽ 1-ാം തീയതി നമ്മളൊരു പുതിയ സാമ്പത്തിക വർഷത്തിൽ വരാൻ പോകുന്ന ഇൻക്രിമെന്റ്സിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഏപ്രിൽ മാസത്തിൽ തന്നെ നമുക്കൊരു ഇൻക്രിമെന്റ് ഉണ്ടാവും എന്നുള്ളത് ഞാൻ എല്ലാ നേതാക്കന്മാരോടും സംസാരിച്ചിട്ടുണ്ട്, അവിടെയുള്ള ഇൻചാർജുമാരോടും സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ മാസത്തിൽ എല്ലാ സ്റ്റാഫിനും ഒരു ഇൻക്രിമെന്റ് നടത്തിയിട്ടുണ്ട്. സമരമായിട്ട് ഇതിനൊരു ബന്ധവുമില്ല. ഇത് നമ്മൾ നേരത്തെ തന്നെ തീരുമാനിച്ചൊരു കാര്യമാണ്. അത് ഇവരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവർ പറയുന്നു ഏപ്രിലിൽ ഞങ്ങൾ ശമ്പളം വർദ്ധിപ്പിച്ചെന്ന്. അത് സ്വീകാര്യമല്ല എന്ന് ഇവർ പറഞ്ഞത് എന്തൊരു നുണയാണെന്നറിയാമോ? മാർച്ചിലാണ് സമരം തുടങ്ങുന്നത്. ഏപ്രിൽ ചർച്ച ചെയ്യാൻ നടത്തിയിട്ടില്ല. പിന്നെ ഏപ്രിൽ ശമ്പളം വർദ്ധിപ്പിച്ചാൽ സമരം പിൻവലിക്കാൻ എന്താണ് പ്രയാസം? ഇപ്പോഴാണ് ഇങ്ങനെ എഴുതി തരുന്നത്. കൃത്യമായി പ്രതികാര നടപടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ കത്ത് ഞാൻ പ്രേക്ഷകരെ കാണിച്ചല്ലോ. വ്യക്തമായി സമരം പിൻവലിച്ചത് എഴുതി കൊടുത്തു. എന്തായാലും തൃശൂർ ലേബർ ഓഫീസർ മാനേജ്മെന്റ് പറയാതെ ഇങ്ങനൊരു കത്ത് UNAക്ക് കൊടുക്കും എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം ലേബർ ഓഫീസറുടെ കത്ത് ഔദ്യോഗികമാണ്. എന്തായാലും തൃശൂർ ബിഷപ്പിനെ പേടിച്ച് നേഴ്സുമാരെ സഹായിക്കേണ്ട എന്ന് അമലയും തീരുമാനിക്കേണ്ടി വന്നു. അമല മാനേജ്മെന്റിനോട് എനിക്ക് പറയാനുള്ളത്, തൃശൂർ രൂപതാ മെത്രാന്റെ പിടിവാശിക്ക് കീഴ്വഴങ്ങി വിശുദ്ധ ചാവറയച്ചനെ നിങ്ങൾ ഇങ്ങനെ അവഹേളിക്കരുത് എന്നാണ്. ശ്രീനാരായണ ഗുരുവിനെ പോലെ തന്നെ കേരളത്തിന്റെ നവോത്ഥാനത്തിന് നിർണായകമായ പങ്കുവഹിച്ച ആളാണ് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ചൻ. അദ്ദേഹത്തിന്റെ ദക്ഷിണയിൽ രൂപപ്പെട്ടതാണ് CMI സഭാ സമൂഹത്തിന്റെ ഈ യശസ്സും പ്രശസ്തിയും സമ്പത്തുമൊക്കെ. പാവപ്പെട്ട മനുഷ്യരെ താങ്ങി നിർത്തിയാണ് അദ്ദേഹം കേരളത്തിന് വെളിച്ചം പകർന്നത്. വിശുദ്ധ ചാവറയച്ചനെ പരിഹസിക്കുന്ന തരത്തിൽ പാവപ്പെട്ട നേഴ്സുമാരോട് നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഈ വൃത്തികേടുകൾക്ക് നിങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും. മാർ ആൻഡ്രൂസ് താഴത്തെ എക്കാലത്തും അഹങ്കാരിയും വിശ്വാസികളുടെ മേൽ കുതിര കയറി തന്റെ ഈഗോ നിലനിർത്തുന്ന ആളുമാണ്. അത്തരമൊരു വൃത്തികേടിന് കൂട്ടുനിൽക്കേണ്ട ബാധ്യത അമല ആശുപത്രി മാനേജ്മെന്റിനില്ല. അവസാനിപ്പിച്ച സമരം, എഴുതി കൊടുത്ത സമരം ബിഷപ്പ് പേടിപ്പിച്ചപ്പോൾ പിൻവലിച്ച് നിങ്ങൾ ചാവറയച്ചന്റെ കാര്യം മാത്രം ഇനി മേലാൽ മിണ്ടരുത്. ചാവറയച്ചന്റെ പേര് ഉച്ചരിക്കാൻ CMI സഭയ്ക്ക് ഒരു അധികാരവും അവകാശവും ഇല്ലാതായിരിക്കുന്നു. അത്ര വിശുദ്ധനായിരുന്നു ചാവറയച്ചൻ. ചാവറയച്ചൻ കെട്ടിപ്പടുത്ത പ്രസ്ഥാനത്തെ നിങ്ങളിങ്ങനെ അപമാനിക്കരുത്. വിശ്വാസികളെ നിങ്ങൾ ഇങ്ങനെ വിശ്വാസത്തിനെതിരെ തിരിച്ചുവിടരുത്.